എല്ലാവർക്കും ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കിയ സെൽറ്റോസിലെ ബ്രാൻഡ് ന്യൂ കിയ സെൽറ്റോസിലെ HTK ഓപ്ഷൻ വേണ്ട ഈ വേണ്ട എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് 2026 മോഡൽ എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കിയ സെൽറ്റോസിലെ HTK ഓപ്ഷണൽ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെൽറ്റോസിൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സിനകത്ത് കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു HTK ഓപ്ഷണൽ വേരിയന്റ് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിലേക്ക് വന്നു ഫ്രണ്ടിൽ നമുക്ക് LED DRLs കാണാം. അത് ഇൻഡിക്കേറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. താഴെ നമുക്ക് LED ഹെഡ്ലൈറ്റ് കാണാം. ഹൈബീം ലോബീം അത്തരം കൊടുത്തിരുന്നു. ഫോഗ് ലൈറ്റ് കാണുമ്പോൾ തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ സിൽവർ ഫിനിഷുള്ള സ്കിപ്പ് ലൈറ്റ് പുറത്ത് കൊടുക്കുന്ന ഭാഗം കാണാം. 205 mm ആണ് സെൽറ്റോസിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ ഗ്രില്ല് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 215/70 or 79 ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിറേഴ്സിൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസൈഡ് ഫ്ലഷ് ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ് ഇപ്പോഴും വരുന്നത്. റുക്കോ സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ് വരുന്നത്. റൂഫ് റെയിൽസ് കാണാം. അത് സിൽവർ ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പനോറമിക് സൺറൂഫ് കാണാം. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് സെൽറ്റോസിലെ ബാക്കിന് ലുക്ക് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡിസൈൻ തന്നെ സ്പോയിലർ വരുന്നുണ്ട്. ആൻഡിൽ ഒരു സിൽവർ ഫിനിഷ് ആംഗിൾ കാണാം. ഹൈമോണ്ട സ്റ്റോപ്പ് ലാമ്പ് വലിപ്പമുള്ള ഹൈമോണ്ട സ്റ്റോപ്പ് ലാമ്പ് കാണാം. വൈപ്പർ വാഷർ D4 ഗ്ലാസ്സുകളാണ് വരുന്നത്. കിയയുടെ ബാജിങ് സെൽറ്റോസ് എന്ന് പറഞ്ഞൊരു ബാജിങ് കാണാം. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. എൻ്റെ ഓട്ടോ എന്ന് പറഞ്ഞൊരു ബാജിങ് കാണാം. കണക്റ്റഡ് ടൈലൈറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടൈലൈറ്റ് നമുക്ക് LED ആയിട്ടാണ് വരുന്നത്. സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് എല്ലാം ഹാലജൻ ആയിട്ടാണ് വരുന്നത്. LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലും കാണാം. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 370 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പാൾസെറ്ററിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് ആംഗിൾ കാണാനായിട്ട് പറ്റും. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ 16 ഇഞ്ച് വീൽസ് ആയിട്ടാണ് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഇന്റീരിയർ ആണ് കിയ സെൽറ്റോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡോർ പാഡ്സ് ഡ്യുവൽ ടോൺ കളർ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ എല്ലാം ലെതർ ഫിനിഷാണ്. 4 പവർ കൺട്രോളും മിറർ കൺട്രോൾ ചെയ്യാൻ 4 ഓപ്ഷൻ കാണാം. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് സീറ്റിന്റെ വെന്റിലേഷൻ ഓപ്ഷൻ ഈ വെന്റിൽ വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺ കാണാം. സ്പീക്കർ ബില്ല് ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. സീറ്റ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് വരുന്നത്. ലെതർ സീറ്റുകളാണ് സെൽറ്റോസിൽ വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ്. സ്റ്റീൽ ഫിനിഷിലുള്ള പെഡൽസ് കൊടുത്തിരുന്നു. ഫീൽഡ് ഓപ്പൺ ചെയ്യണം. താഴെ കൊടുത്തിരുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യണത്. ഈ വർഷത്തേക്കുള്ള നമുക്ക് ഹിൽ ഡിസൈൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ഓപ്ഷൻസ് കാണാം. ഇനി അകത്തുള്ള ഫീച്ചേഴ്സ് ഒന്നും ചെക്ക് ചെയ്യാം. കിയ സെൽറ്റോസിലെ HTK ഓപ്ഷൻ വേണ്ടിയിട്ട് ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഇന്റീരിയർ ആണ് കിയ സെൽറ്റോസിൽ കിയ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒരു വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കാണാത്ത ഒരു ഡബിൾ ഡിക്കറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. താഴെ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടവശത്തായിട്ടാണ് നമുക്ക് ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ്, ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും പലവശത്തായിട്ടാണ് നമുക്ക് മ്യൂസിക് ആൻഡ് ഫ്ലോ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് കിയ വാഹനങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴെയായിട്ടാണ് നമുക്ക് ഡ്രൈവ് മോഡുകളും ട്രാക്ഷൻ മോഡുകളും അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാൻ അനുസരിച്ച് ചേഞ്ച് ആവുന്നത് കാണാം. നമുക്ക് ഈക്വലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീനിഷ് കളറിലും നോർമലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിഫോൾട്ടും സ്പോട്ടിൽ റെഡ് കളറിലേക്ക് ചേഞ്ച് ആവുന്നത് കാണാം. ആനിമേഷൻസ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് ടെറൈൻ ട്രാക്ഷൻ മോഡലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്നോ, മഡ്, സാൻഡ്. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാഡ് ഷിഫ്റ്റേഴ്സ് കാണാം. ഇടവശത്ത് വൈപ്പർ കൺട്രോൾസും പലവശത്ത് ഹെഡ്ലൈറ്റിന് കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റും ഓട്ടോ വൈപ്പേഴ്സ് പോലെയുള്ള ഫീച്ചേഴ്സ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. സ്പീഡോമീറ്ററും മാപ്പോമീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആൻഡ് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. TPMS പോലെയുള്ള ഫീച്ചേഴ്സ് കാണാം. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ കിയയുടെ എല്ലാ വാഹനങ്ങളിലും കാണാൻ 12.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ആപ്പ് കാപ്പിലായിട്ട് വാൾസായിട്ട് ഫംഗ്ഷൻ ചെയ്യും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇവിടെ കാണാം. താഴെ നമുക്ക് AC വെൻസ് കാണാം. അടുത്ത് ഹസാർഡിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. മാനുവൽ AC കൺട്രോൾസ് ആണ്. ഇത് കണ്ട ഓട്ടോമാറ്റിക് പോലെ തോന്നും. 3 ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാണാം. വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഗിയറിലൊരു കാണാം. നമുക്ക് ഇവിടേക്ക് നമുക്ക് ഓട്ടോ ഹോൾഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് എന്താ പറയുക ഓട്ടോ ഹോൾഡ് ചെയ്യുന്ന ഓപ്ഷൻസ്, പിന്നെ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ളതും പിന്നെ കുറച്ച് ബട്ടണിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
സെൻട്രൽ ആംറെസ്റ്റ് ഉൾപ്പെടുത്തിയതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കാണാം. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ബാക്കിലേക്ക് നമുക്ക് ടൈപ്പ് സി ചാർജിങ് പോർട്ട് കാണാം. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതറിക് സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഹെഡ് റെസ്റ്റ് പ്രത്യേക ടൈപ്പ് ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഇ വിയിലൊക്കെ കാണുന്ന ഹെഡ് റെസ്റ്റ്. സീറ്റ് ബെൽറ്റ് auto adjustable ഓപ്ഷൻസ് കാണാം. സ്പ്രിന്റ് ആയിട്ട് ഗ്രാബ് ഹാൻഡിൽസ്. കോർ റൈൽസിൽ സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത്. സെൻട്രൽ IR VMs മാനുവൽ ഡിമ്മിംഗ് IR VMs ആണ്. സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പനോറമിക് സൺറൂഫ് ബാക്ക് വശം വരെ പോകുന്ന രീതിയിലാണ് സൺറൂഫ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ആയിട്ട് കാണാം. ഇതാണ് ഓൾ ഓവർ ഇന്റീരിയർ ലുക്ക്. പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ ആയിട്ട് സെൽറ്റോസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെ തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. കയറാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാർട്സ് ഡോട്ടോൺ വളരെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ലെതർ ഫിനിഷ് കാണാം. പവർ വിൻഡോയിൽ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോസ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ബില്ല് ബോട്ടിൽ ലോഡേഴ്സ്. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 3 അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റ് കാണാം. ലെതറിക് സീറ്റുകളാണ് വരുന്നത്. സെൻട്രൽ ആംറെസ്റ്റ് ഉൾപ്പെടുത്തുന്നതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാണാം. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് തന്നെ ഹന്നാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നെയറും കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിനെ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. സൺ റൂഫിലേക്ക് പനോറമിക് ആണ്. ഹെഡ് റൂമിൻ്റെ കൺസേൺസ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ വൈഡായ ബാക്ക് സ്പേസ് ആണ്. 3 സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. സൈഡ് മൗണ്ടഡ് റീഡിംഗ് ലൈറ്റ് കാണാം. അത് LED ആയിട്ടാണ്. സ്പ്രിന്റ് ആൻഡ് ഗ്രാബ് ഹാൻഡിൽസും 2 വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൽറ്റോസിലെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ 2026 ബേസ് വേണ്ടിയിട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. EBS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് TPMS സീറ്റ് ബെൽറ്റ് auto adjustable ഓപ്ഷൻസ് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സിനകത്ത് കിയ കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിനെ ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ കിയയുടെ ടയറിന് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 115 HP ആണ് പവർ. 170 Nm ടോർക്ക് ഉൽപ്പാദിക്കുന്ന ഒരു എഞ്ചിനാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ വിത്ത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് IVT ആണ് വരുന്നത്. വിത്ത് 6 സ്പീഡ് മാനുവൽ IVT ആണ് വരുന്നത്. ഇനി ടർബോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വിത്ത് 1 ലിറ്റർ DCT വിത്ത് 7 സ്പീഡ് DCTയും പിന്നെ IMT ആണ് ഓപ്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സിനകത്ത് കിയ കൊടുത്തിട്ടുണ്ട്. ന്യൂൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് HT ഓപ്ഷൻ വേണ്ടിന് 16,17,000 രൂപയാണ് HT ഓപ്ഷൻ വേണ്ടി ഓൺ റോഡ് പ്രൈസ് വരുന്നത്. HTK ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ HT ഓപ്ഷൻ ഓട്ടോമാറ്റിക് 17,17,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി HTK ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ HTK ഓപ്ഷൻ മാനുവലിന് 18,18,000 രൂപയാണ് HTK ഓപ്ഷൻ വേണ്ടി ഓൺ റോഡ് പ്രൈസ്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ 18,27,000 രൂപ. HTK ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് വന്നു കഴിഞ്ഞാൽ 20,27,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഡിസ്ക്രിപ്ഷനിൽ നമ്പറിൽ നമുക്ക് ഫോർ മോർ ഇൻഫർമേഷൻസ് അവരെ കോൺടാക്ട് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് കാണുന്നവർ ബൈ ബൈ.